വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ മുളകും മുടിയിനെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ റീസെൻ്റ് ഇൻ്റർവ്യൂവിലൊക്കെ ബാലു നീലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിയൻ തിരിച്ചു വരും, ആ ഒരു കോൺട്രാക്റ്റ് പീരീഡ് എൻഡ് ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന രീതിക്ക്. അത് കേട്ട അതൊരു സന്തോഷ വാർത്ത കേട്ടോടെ തന്നെ എല്ലാ ഉപ്പുമുളകും ആരാധകരും ഇപ്പോൾ സന്തുഷ്ടരാണ്. കാരണം അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കഥാപാത്രത്തിൻ്റെ റീ എൻട്രിക്ക് തന്നെയാണ്. ഇപ്പോൾ സീസൺ 3 പഴയതുപോലെ തിരിച്ചു വന്ന സ്ഥിതിക്ക് മുടിയനും കൂടി അതിലുണ്ട് എന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്നുള്ളത് എല്ലാവരുടെയും അഭിപ്രായമാണ്. അപ്പോൾ അതിലൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടും കൂടിയാണ് ഇപ്പോൾ ഷോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന രീതിക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉപ്പുമുളകിൽ മുടിയനെ കൊണ്ടുവരണം എന്നുള്ളതാണ് ഏറ്റവും പൊതുവായിട്ടുള്ള എല്ലാ എപ്പിസോഡിൻ്റെ താഴെയുള്ള കമൻറ്റ്. പല പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ അതിനൊരു തീരുമാനവും മുടിയും തിരിച്ചു വരും, ഇപ്പോൾ ബിഗ് ബോസിൻ്റെ കോൺട്രാക്റ്റ് പീരീഡ് ഉള്ളത് കൊണ്ടാണ് വരാതിരിക്കുന്നത് എന്ന രീതിക്ക് ബാലു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര ദിവസമാണ് ആ ഒരു ബിഗ് ബോസിൻ്റെ കോൺട്രാക്റ്റ് പീരീഡ്, എപ്പോഴാണ് മുടിയൻ തിരിച്ചു വരിക എന്ന രീതിക്ക്. അപ്പോൾ ബിഗ് ബോസിൻ്റെ കോൺട്രാക്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് 9 മാസത്തെ കോൺട്രാക്റ്റ് പീരീഡാണ്. 9 മാസം ആഫ്റ്റർ ബിഗ് ബോസ് 9 മാസം വേറൊരു സ്വകാര്യ ചാനൽക്കും ഇവർക്ക് പോയി ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. ഫ്ലവേഴ്സിൻ്റെയോ അതോ മറ്റേത് ചാനലിലേക്കും പോകാൻ പറ്റത്തില്ല. ഏഷ്യാനെറ്റിൽ മാത്രമേ അവർക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഏഷ്യാനെറ്റിലെ പല പരിപാടികളും അവർക്ക് ചെയ്യാം. അതിന് 9 മാസം നീളുന്നൊരു കോൺട്രാക്ട് പീരീഡാണിത്. ഓൾമോസ്റ്റ് ആ ഒരു പീരീഡ് എൻഡ് ആവുന്നതിന് അടുത്ത 2025 മാർച്ചിലൊക്കെയാണ് ആ ഒരു കോൺട്രാക്ട് പീരീഡ് എൻഡ് ആവുക. അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ മുടിയൻ ഇപ്പോൾ മുളയിലോട്ട് തിരിച്ചു വരിക. നമുക്കറിയാം മുടിയൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മാത്രം തിരിച്ചു വരുന്ന ഉപ്പുമുളകും ഷോയിലോട്ട് തിരിച്ചു വരുന്ന കുറച്ച് കഥാപാത്രങ്ങളുണ്ട്. അതായത് രാംകുമാർ, ഹൈമോദി, ദിയ, ഇവർ 3 പേരും മുടിയൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഉപ്പുമുളകും സീസൺ 3 നിന്ന് മാറി നിൽക്കുന്നത്. മുടിയൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരും തിരിച്ചു വരും. മാത്രമല്ല സീസൺ 3 തുടങ്ങുമ്പോൾ മുടിയന് പകരമായിട്ട് അതിൽ മുടിയൻ എന്നൊരു കഥാപാത്രത്തിൻ്റെ ആ ഒരു സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്നത് ശ്രീകുട്ടനാണ്. ഒരു കേന്ദ്ര കഥാപാത്രമായിട്ടാണ് ശ്രീകുട്ടനും വൈഫും ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് ഉപ്പുമുളകിലോട്ട്. പക്ഷേ സീസൺ 3 കണ്ടിന്യൂസ് ആയിട്ട് ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം വരുമോ എന്ന് വെച്ചാൽ വളരെ ഡൗട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഫ്ലവേഴ്സിൻ്റെ തന്നെ ചക്കപ്പഴം എന്നൊരു സിറ്റ്കോം ഇപ്പം നിർത്തിവെച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിലെ മെയിൻ ലീഡായ ശ്രീകുമാർ, അതായത് ശ്രീകുട്ടൻ, ഉപ്പുമുളകിലോട്ട് വന്നത്. ഇനി കുറച്ച് മാസങ്ങൾക്കകം തന്നെ സീസൺ 3 ആയിട്ട് ചക്കപ്പഴം തുടങ്ങും. കാരണം അതിനുവേണ്ടി സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. അങ്ങനെ ചക്കപ്പഴം തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രീകുട്ടൻ, അതായത് ശ്രീകുമാർ എന്നൊരു ആർട്ടിസ്റ്റ് സ്വാഭാവികമായിട്ടും അങ്ങോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഉപ്പുമുളകിൽ ഒരു വിടവ് കാണിക്കും. അപ്പോൾ അതില്ലാതിരിക്കാനായിരിക്കും, ഇല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും മുടിയൻ തിരിച്ചു വരിക. അതായത് ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം ത്രൂ ഔട്ടായിട്ട് ഉപ്പുമുളകിൽ ഉണ്ടാകുമോ എന്ന് വെച്ചാൽ ഇതുവരെ അത് കൺഫേം ആക്കിയിട്ടില്ല. കാരണം ചക്കപ്പഴം സീസൺ 3 തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രീകുട്ടൻ അങ്ങോട്ട് പോകേണ്ടി വരും. അതായത് ശ്രീകുട്ടൻ പോകുന്നതിന് മുമ്പ് മുടിയനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. മുടിയൻ എന്നൊരു കഥാപാത്രം ഉപ്പുമുളകിലോട്ട് വരാൻ ഏതാണ്ട് ഇനിയും 9 മാസത്തെ ഇടവേളയുണ്ട് എന്ന് അറിയിക്കാൻ കൂടിയാണ്. നമുക്കറിയാം ഉപ്പുമുളകിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്ന ഒരു റീ എൻട്രിയും കൂടിയാണത്. നിങ്ങൾ മുടിയനെ ആ ഒരു റീ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.